നമസ്തേ. ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും 6ാം ക്ലാസ്സിലെ മാത്സിലെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആംഗിൾസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ആംഗിൾ എങ്ങനെ വരയ്ക്കാം, ഹൗ വി ക്യാൻ ഡ്രോ ആൻ ആംഗിൾ. അതുപോലെ തന്നെ ആംഗിൾസ് യൂസ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് ഷേപ്സ്, how we can draw a shape with given angle. തന്നിരിക്കുന്ന ആംഗിളിൽ എങ്ങനെയാണ് ആംഗിൾ മെഷർമെൻറ്റിൽ എങ്ങനെയാണ് ഒരു ഷേപ്പ് വരയ്ക്കുക, അതുപോലെ തന്നെ തന്നിരിക്കുന്ന മെഷർമെൻറ്റിൽ ഒരു ആംഗിൾ എങ്ങനെയാണ് വരയ്ക്കുക. ഇപ്പോൾ ബോർഡിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ശ്രദ്ധിക്കാം. എന്താണ്? ഡ്രോ ആൻ ആംഗിൾ ഓഫ് 40 ഡിഗ്രി ആൻഡ് 130 ഡിഗ്രി. ഡ്രോ ആൻ ആംഗിൾ ഓഫ് 40 ഡിഗ്രി ആൻഡ് 130 ഡിഗ്രി. 40 ഡിഗ്രിയിലെയും 130 ഡിഗ്രിയിലുള്ള രണ്ട് ആംഗിൾസ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം എങ്ങനെയാണ് വരയ്ക്കുക. ആദ്യം നമ്മൾ സ്കെയിൽ എടുത്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇവിടെ ഞാനിവിടെ സ്കെയിൽ എടുത്തിട്ട് ഒരു ലൈൻ വരയ്ക്കും. ഉണ്ടോ? ഇവിടെ വേണമെങ്കിൽ നമുക്ക് പേര് കൊടുക്കാം, ഇനി പേര് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ രണ്ട് എൻ പോയിന്റ് ഉണ്ട്. ഈ ലൈനിന്റെ എൻ പോയിന്റ് ഒന്നിവിടെയാണ് വരുന്നത്. ഈ എൻ പോയിന്റിൽ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് ആദ്യം നമ്മൾ വരയ്ക്കാൻ പോകുന്നത് 40 ഡിഗ്രി ആംഗിൾ ആണെന്ന് കരുതുക. 40 ഡിഗ്രി ആംഗിൾ ആദ്യം നമ്മൾ ലൈൻ വരച്ചു. ലൈൻ വരച്ചതിന് ശേഷം ഈ പ്രൊട്രാക്ടർ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുക. ഈ പോയിന്റിൽ, ഈ ലൈനിന്റെ എൻ പോയിന്റിൽ 0 വരുന്ന രൂപത്തിൽ ഈ 0യുടെ അങ്ങോട്ടേക്കുള്ള ലൈന് നമ്മുടെ ഈ ബോർഡിൽ വരച്ചിരിക്കുന്ന ലൈനിന്റെ മുകളിലായിട്ട് വരണം. അങ്ങനെ പ്രൊട്രാക്ടർ സെറ്റ് ചെയ്യാം. 40 ഡിഗ്രിയാണ്, ഇവിടെയാണ് 0യുടെ ലൈൻ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് 0 മുതൽ 40 വരെ കൗണ്ട് ചെയ്യാം. 0, 10, 20, 30, 40. 40 ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ 40യുടെ അവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം സെറ്റ് സ്ക്വയർ റിമൂവ് ചെയ്തിട്ട് സ്കെയിൽ യൂസ് ചെയ്യുക. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ വരച്ചിരിക്കുന്ന അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ പോയിന്റിലൂടെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഓക്കെ, യെസ്. ഇപ്പൊ ഈ ആംഗിൾ എത്രയാണ് വരുന്നത്? 40 ഡിഗ്രി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ആംഗിൾ 130 ഡിഗ്രി എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ആദ്യം സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ വരച്ചു. അതിനുശേഷം നമ്മൾ പ്രൊട്രാക്ടർ എടുക്കുക. 130 ആണ് നമുക്ക് അടയാളപ്പെടുത്തേണ്ടത്. പ്രൊട്രാക്ടർ ഈ പോയിന്റിൽ, ഇനിയിപ്പോൾ ഇവിടെ മാത്രമല്ല, നമുക്ക് ഇവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. നേരത്തെ നമ്മൾ വരച്ചത് ഇവിടെ ആയതുകൊണ്ട് നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഇനി സെറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മളിവിടെ പ്രൊട്രാക്ടർ സെറ്റ് ചെയ്യുന്നു. കറക്റ്റായിട്ട് പ്രൊട്രാക്ടർ സെറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൗണ്ട് ചെയ്യണം. ഇവിടെയാണ് നമ്മുടെ ലൈൻ ഇരിക്കുന്നത്. സോ ഇവിടുന്ന് റൈറ്റിലേക്കാണ് കൗണ്ട് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങനെ 10, 20, 30. ഇവിടെ 130 ഇവിടെ പാസ് ചെയ്യുന്നത് നോക്കാം. ഇതാ ഇവിടെ ഈ പോയിന്റ് ആണ് 130. സോ നമ്മൾ പുട്ട് എ പോയിന്റ് there, then draw the straight line through this point. By using the ruler we can draw a line through this point. Okay, now we got the angle 130 degree. ഇപ്പോൾ നമുക്ക് 130 ഡിഗ്രിയിലെ ആംഗിൾ കിട്ടി. ഓക്കെ ആണല്ലോ. യെസ്, ഇത് ഏത് പോയിന്റിൽ വെച്ചിട്ട് വേണമെങ്കിലും എൻഡ് പോയിന്റിൽ വേണമെങ്കിലും നമുക്ക് ആംഗിൾ വരയ്ക്കാവുന്നതാണ്. 40 ഡിഗ്രിയിൽ നമ്മൾ ഈ എൻഡ് പോയിന്റിൽ നിന്നാണ് വരച്ചത്. പക്ഷേ 130 ഡിഗ്രിയിൽ നമ്മൾ യൂസ് ചെയ്തത് ഇവിടെ റൈറ്റ് സൈഡിലെ എൻഡ് പോയിന്റിലാണെന്ന് മാത്രം. അപ്പോൾ ഒരു ആംഗിൾ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. തന്നിരിക്കുന്ന മെഷർമെന്റിൽ എങ്ങനെയാണ് ഒരു ആംഗിൾ വരയ്ക്കുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. നെക്സ്റ്റ് വി ആർ ഡിസ്കസ്ഡ് അബൌട്ട് ദിസ് ഫിഗർ. That is, we want to draw this figure in the given measurement. We want to draw this figure by the given measurements. That is, ഇവിടെ നമുക്ക് ഒരു ട്രയാങ്കിൾ ആണ് തന്നിരിക്കുന്ന ഫിഗർ അല്ലെ. ഈ ഫിഗർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്ന മെഷർമെന്റിൽ. തന്നിരിക്കുന്ന മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 5 സെന്റിമീറ്റർ ഉണ്ട്, ഇവിടെ 30 ഡിഗ്രി ആംഗിൾ ആണ്, ഇവിടെ 90 ഡിഗ്രി ആംഗിൾ ആണ്, ഇവിടെ റൈറ്റ് ആംഗിൾ ആണ്. സോ ഞാനിവിടെ റഫ് ഫിഗർ ആണ് വരച്ചിരിക്കുന്നത്. 90 ഡിഗ്രി ആംഗിൾ ആണ് ഇരിക്കുന്നത്. ഇതെങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ് വിത്ത് ഗിവൺ മെഷർമെന്റ്. ഇനി ട്രയാങ്കിൾ ആയിക്കോട്ടെ, റെക്ടാങ്കിൾ ആയിക്കോട്ടെ, ക്വാഡ്രിലാറ്ററൽ ഏതുമായിക്കോട്ടെ, നമുക്ക് തന്നിരിക്കുന്ന മെഷർമെന്റിൽ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കുക. നമുക്ക് ABC എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ 5 സെന്റിമീറ്റർ AB 5 സെന്റിമീറ്റർ വരയ്ക്കാം.
എ ബി 5 സെൻറ്റിമീറ്റർ, എ ബി 5 സെൻറ്റിമീറ്റർ വരച്ചു. അതിനുശേഷം നമ്മൾ ഇതിന് പേര് കൊടുക്കാം എ ബി. ഓക്കെ, ഇനി നമ്മൾ 90 ഡിഗ്രി ആംഗിളാണ് അവിടെ വരയ്ക്കാൻ പോകുന്നത്. 90 ഡിഗ്രി ആംഗിൾ ബി 90 ഡിഗ്രിയാണ്. സോ പ്രൊട്രാക്ട് എടുത്തിട്ട് നമ്മൾ 90 ഡിഗ്രി വരയ്ക്കുകയാണ്. പ്രൊട്രാക്ട് കറക്റ്റ് സെറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ നിങ്ങോട്ടേക്ക് 90 എടുക്കുക. ആ 90ൽ നമ്മൾ കറക്റ്റ് പോയിന്റ് ഇടുന്നു. പുട്ട് എ പോയിന്റ് ഓൺ 90 ഡിഗ്രി. ആഫ്റ്റർ ദാറ്റ് ഡ്രോ എ ലൈൻ പാസിംഗ് ത്രൂ ദിസ് പോയിന്റ്. You can draw a line like this. Okay, now we get 90 degree angle here. 90 degree. Okay, after that we are going to draw this angle, that is 30 degree angle. നമ്മൾ വരയ്ക്കാൻ പോകുന്നത് 30 ഡിഗ്രി ആംഗിൾ ആണ്. പ്രൊട്രാക്ട് എടുക്കുക. ആംഗിൾ എ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി ആണ്. സോ ഇവിടെ പോയിന്റ് എയിൽ നമ്മൾ പ്രൊട്രാക്ടർ സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തു. എന്നിട്ട് 30 ഡിഗ്രി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ 30 കൗണ്ട് ചെയ്യാം. 10, 20, 30. ഇവിടെയാണ് 30 ഡിഗ്രി വരുന്നത്. പുട്ട് എ പോയിന്റ് ഓൺ 30. ആഫ്റ്റർ ദാറ്റ് ഡ്രോ എ ലൈൻ ത്രൂ ദിസ് പോയിന്റ്. ഈ പോയിന്റിലൂടെ നമ്മൾ ലൈൻ വരയ്ക്കുകയാണ്. വരച്ചു. ഈ ലൈന് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ലൈന് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. സോ ട്രയാങ്കിൾ നമുക്ക് കിട്ടി. അപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റ് അതാണ്ട് ഈ ബിയിൽ നിന്നുള്ള ഈ 90 ഡിഗ്രി ലൈനും അതേപോലെ ആംഗിൾ 30 ഡിഗ്രിയുടെ ഈ ലൈനും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, ദിസ് ഈസ് സി. ദിസ് ആംഗിൾ ഈസ് 30 ഡിഗ്രി. സോ വി ഗെറ്റ് ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡ്രോ ദിസ് ഫിഗർ PQRS. ഡ്രോ ദ ഫിഗർ PQRS. PQRS എന്ന് പറയുന്ന ഈ ഫിഗർ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. അതിൽ ലെങ്ത് ഓഫ് PQ is equal to 5 cm, QR is equal to 3 cm, PS is equal to 3 cm, and the angle P is equal to 50 degree and angle Q is equal to 130 degree. ഇത്രയും മെഷർമെന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന മെഷർമെന്റിൽ നമുക്ക് ഈ ഫിഗർ വരയ്ക്കാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. First we draw the line PQ 5 cm. PQ എന്ന് പറയുന്ന ലൈന് 5 cm നമ്മൾ ആദ്യം വരയ്ക്കുകയാണ് വേണ്ടത്. ജസ്റ്റ് 5 cm. ഞാനിവിടെ 5 അല്ല എടുക്കുന്നത്, അതിൻ്റെ 3 ഇരട്ടി എടുത്തിട്ടുണ്ട്. 15 ആണ് ഞാനിവിടെ എടുത്തത്. പക്ഷെ നിങ്ങൾ 5 തന്നെ എടുക്കണം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ലാർജ് ആയിട്ടുള്ള ഫിഗർ വേണം. അതുകൊണ്ടാണ് ഞാൻ 15 എടുത്തത്. ഓക്കെ, ദിസ് പോയിന്റ് ഈസ് P and here is Q. This is 5 cm. After that we want to draw this angle. We can draw the angle Q is equal to 130 degree. Q എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് വരയ്ക്കാം 130 ഡിഗ്രിയിൽ. പ്രൊട്രാക്ടർ എടുത്തിട്ട് ഇവിടെ പ്രൊട്രാക്ടർ സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് 130 ഡിഗ്രി നമ്മളിവിടെ അടയാളപ്പെടുത്താണ്. ഇവിടെയാണ് ലൈന് പോകുന്നത്. സോ ഇവിടെ നിങ്ങളുടെയൊക്കെയാണ് കൗണ്ട് ചെയ്യേണ്ടത്. 0, 1, 2 അങ്ങനെ 130 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ് വരുന്നത്. ഓക്കെ, നമ്മൾ 130 അടയാളപ്പെടുത്തി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്കെയിൽ എടുത്തിട്ട് ഈ പോയിന്റിലൂടെ ലൈൻ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഇവിടെ ലൈൻ വരച്ചു. ഓക്കെ, ഈ ലൈനിലാണ് ആരിയ്ക്കുന്നത്, R എന്ന് പറയുന്ന പോയിന്റ് ഇരിക്കുന്നത്. ഇവിടെ വരുന്ന ആംഗിൾ നമ്മൾ മെഷർ ചെയ്തു 130 ഡിഗ്രി. 130 ഡിഗ്രി. അടുത്ത് നമുക്കറിയാം QR എന്ന് പറഞ്ഞാൽ QR സികളുടെ എത്ര സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്, 3 സെന്റിമീറ്റർ. അപ്പോൾ Q എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്. അപ്പോൾ ഇത് ലൈനിനകത്താണ് നമ്മുടെ R എന്ന് പറയുന്ന പോയിന്റ് ഉള്ളത്. സോ R എത്ര ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്, 3 സെന്റിമീറ്റർ. അപ്പോൾ നമ്മൾ ഇവിടെ 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുകയാണ് വേണ്ടത്. ഈ ലൈനിൽ നമ്മൾ 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്താം. സോ ഞാൻ അതിനേക്കാൾ കൂടുതൽ ഇവിടെ എടുക്കുന്നുണ്ട്. നിങ്ങൾ കറക്റ്റ് 3 സെന്റിമീറ്റർ ആണ് എടുക്കേണ്ടത്. ഇവിടെ 3 സെന്റിമീറ്റർ എടുക്കും. ഇതാണ് 3 സെന്റിമീറ്റർ വരുന്നത്. സോ ദിസ് ഈസ് ദ പോയിന്റ് R. ഓക്കെ, ഇനി നമുക്ക് ഒരു പോയിന്റ് കൂടെ കണ്ടുപിടിക്കാനുണ്ട്, S എന്ന് പറയുന്ന പോയിന്റ്. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെ 50 ഡിഗ്രിയും ഇവിടെ 3 സെന്റിമീറ്ററും തന്നിരിക്കുന്നത്. ആംഗിൾ P സിക്വൽ എത്രയാണ് തന്നിരിക്കുന്നത്, 50 ഡിഗ്രി. അപ്പോൾ അടുത്ത് നമ്മൾ അതാണ് പറയാൻ പോകുന്നത്, ആംഗിൾ P എങ്ങനെയാണ് വരയ്ക്കാൻ പോകുന്നത്.
പ്രൊട്രാക്ടർ എടുത്തിട്ട് നമ്മൾ ആംഗിൾ പി, ഇവിടെ ഈ പോയിന്റ് പിയിൽ നിന്ന് പ്രൊട്രാക്ടർ എടുത്തിട്ട് ഇവിടെ 50 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. ആ 50 ഡിഗ്രി നമ്മൾ ഇവിടെ അടയാളപ്പെടുത്താം. ഇവിടുന്ന് റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്കാണ് കൊണ്ടുവരുന്നത്. ഇവിടെ 50 ഇവിടെ ഉണ്ട്, ആ 50 ഒരു പോയിന്റ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിലൂടെ ലൈൻ വരയ്ക്കുകയാണ് വേണ്ടത്. 50 ഡിഗ്രിയിലൂടെ നമ്മൾ ലൈൻ വരയ്ക്കണം. 50 ഡിഗ്രിയിലൂടെ ലൈൻ വരച്ചു. ഓക്കെ, ഇതിലാണ് ഈ ലൈനിലാണ് എസ് എന്ന് പറയുന്ന പോയിന്റ്. പിയിൽ നിന്ന് എസിലേക്കുള്ള ഡിസ്റ്റൻസ് 3 സെന്റിമീറ്റർ ആണ്. സോ നമ്മൾ ഇവിടുന്ന് 3 സെന്റിമീറ്റർ സ്കെയിലിൽ എടുക്കാം. 3 സെന്റിമീറ്റർ എടുക്കാം. ഈ പോയിന്റ് ആണ് എന്ത്, എസ് എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്, ജോയിൻ എസ് ആൻഡ് ആർ. എസും ആറും കൂടെ ജോയിൻ ചെയ്യാണ് വേണ്ടത്. സ്കെയിൽ ഇവിടെ വയ്ക്കുന്നു. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാം. കണ്ടോ, ഇപ്പൊ നമുക്ക് ഫിഗർ PQRS കിട്ടി. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന മെഷർമെന്റ് 50 ഡിഗ്രി. ഇത് 3 സെന്റിമീറ്റർ. ഇത് നമ്മൾ നേരത്തെ മെഷർ ചെയ്തിട്ടുണ്ട് 3 സെന്റിമീറ്റർ. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഗിവൺ മെഷർമെന്റിൽ ഒരു ഫിഗർ കിട്ടി, PQRS. ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? ഇവിടെ തന്നിരിക്കുന്ന ഈ 5 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് എന്ത് തന്നെയാണ്, 5 സെന്റിമീറ്റർ ആണ്. 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ, അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പിന്നെന്താണ് പാരലലുമാണ്. സോ ദിസ് ഈസ് എ പാരലോഗ്രാം. നെക്സ്റ്റ്, ഒരു സർക്കിളിനെ എങ്ങനെയാണ് ഒരു ഡിഫറെന്റ് ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡിവൈഡ് എ സർക്കിൾ ഇൻറ്റു 5 ഈക്വൽ പാർട്സ്. ഡിവൈഡ് എ സർക്കിൾ ഇൻറ്റു 5 ഈക്വൽ പാർട്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4 ഈക്വൽ പാർട്സ്, 6 ഈക്വൽ പാർട്സ്, 8 ഈക്വൽ പാർട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഒരു സർക്കിളിനെ നമുക്ക് ഡിവൈഡ് ചെയ്യണം. ഹൗ യു ക്യാൻ ഡിവൈഡ് ദിസ്? ലിസൺ ഹിയർ. ഫസ്റ്റ് ഡ്രോ എ സർക്കിൾ. ഓക്കെ, വി വാണ്ട് ടു ഡിവൈഡ് ദിസ് സർക്കിൾ ഇൻറ്റു 5 ഈക്വൽ പാർട്സ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ഒരു സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ മെഷർമെന്റ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണെന്ന്. Angle measurement, total angle measurement of a circle is equal to 360 degree. Okay, ഇവിടെ നമുക്ക് എത്ര പാർട്സ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 5 പാർട്സ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഓരോ ആംഗിളും എത്രയാണ് വരിക? അതായത് ടോട്ടൽ ആംഗിളിനെ 360യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആംഗിൾ എത്രയാണ് വരുന്നതെന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് 360 ഡിവൈഡഡ് ബൈ 5 is equal to 72 ആണ് വരിക. ഓക്കെ, 360 divided by 5 is equal to 72. After that we can divide this circle. First draw a line. Listen here. ഇവിടെ നമ്മൾ ആദ്യം ഒരു ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് ഓരോ ആംഗിളും നമുക്ക് 72 ഡിഗ്രി ആണ്. ഇങ്ങനെ 72 ഡിഗ്രിയിൽ 5 ആംഗിൾസ് ആണ് ഉണ്ടാവുക. ഞാൻ ആദ്യം ഇവിടെ ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു 72 ഡിഗ്രി ആംഗിൾ ആണ് അടയാളപ്പെടുത്തേണ്ടത്. 72 ഡിഗ്രി പ്രൊട്രാക്ടർ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതാ ഈ ലൈന് 0ക്ക് വരുന്ന രൂപത്തിൽ ഈ സർക്കിളിന്റെ സെന്റർ പോയിന്റ് പ്രൊട്രാക്ടറിന്റെ സെന്റർ പോയിന്റ് വെക്കുകയാണ്. ഇതാ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നു. ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കൗണ്ട് ചെയ്യണം. ശ്രദ്ധിക്കാം, ഇവിടെയാണ് ലൈൻ വരുന്നത്. സോ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ 72 ഡിഗ്രി എടുക്കേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 70 ഉണ്ട്, 71, 72 ഇവിടെയാണ് വരിക. 72 ഇവിടെ അടയാളപ്പെടുത്തുക. കണ്ടില്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ 72യിലൂടെ ലൈൻ വരയ്ക്കുക സർക്കിളിന്റെ സെന്റർ പോയിന്റിൽ നിന്ന്. 72. ഇപ്പൊ നമുക്കൊരു ആംഗിൾ കിട്ടി. ഈ ആംഗിൾ എത്രയായിരിക്കും? 72 ഡിഗ്രിയാണ്. ഉണ്ടോ? അപ്പൊ സർക്കിളിന് നമുക്ക് 5 ഈക്വൽ പാർട്സ് ആണെങ്കിൽ ഒരു പാർട്ട് നമുക്ക് കിട്ടി 72. ഇതുപോലെ നമ്മൾ നെക്സ്റ്റ് അടുത്ത 72ഉം അടയാളപ്പെടുത്തുക. ഇതാണ് ബേസ് ആക്കി എടുക്കേണ്ടത്. നേരത്തെ നമ്മൾ ഇവിടെയായിരുന്നു ആംഗിൾ വന്നത്, അപ്പൊ ഇതായിരുന്നു ബേസ് ആക്കി എടുത്തത്. അടുത്ത് നമ്മൾ ഈ ലൈന് സെക്കൻഡ് നമ്മൾ വരച്ച ലൈനാണ് ബേസ് ആക്കി എടുക്കേണ്ടത്. സർക്കിളിന്റെ സെന്റർ പോയിന്റിൽ പ്രൊട്രാക്ടറിന്റെ സെന്റർ വെക്കുക. എന്നിട്ട് 0 ഈ ലൈനിലേക്ക് കറക്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം 72 ഡിഗ്രി അടയാളപ്പെടുത്തുക. 72. എന്നിട്ട് വീണ്ടും നേരത്തെ വരച്ചതുപോലെ തന്നെ ഈ പോയിന്റിലൂടെ ലൈൻ വരയ്ക്കുക. സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഈ പോയിന്റിലൂടെ നമ്മൾ ലൈൻ വരച്ചു.
കണ്ടോ? ഇപ്പോൾ അടുത്ത ആംഗിൾ കിട്ടി 72 ഡിഗ്രി തന്നെയാണ്. ഇതും വരിക എത്രയാണ്? 72. സെയിം അളവ് തന്നെയാണ് വരിക. അപ്പോൾ രണ്ട് ഈക്വൽ പാർട്സ് ആയി. ഇനി നമുക്ക് തേർഡ് പാർട്ടാണ് കിട്ടേണ്ടത്. തേർഡ് പാർട്ടും ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അടയാളപ്പെടുത്തുക. ആദ്യം 72 ഡിഗ്രി. ഇനി നമ്മൾ ഈ ലൈനാണ് ബേസ് ആക്കി എടുക്കേണ്ടത്. സോ ഇവിടെ നമ്മൾ ഇങ്ങനെ പ്രൊട്രാക്ടർ സെറ്റ് ചെയ്തതിനു ശേഷം 72 ഡിഗ്രി അടയാളപ്പെടുത്തുക. 72. എന്നിട്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലൈനിലൂടെ, ഈ പോയിന്റിലൂടെ ലൈൻ വരയ്ക്കാം. അടുത്ത പാർട്ട് കിട്ടി. അടുത്ത ഒരു പാർട്ടും കൂടി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ തന്നെ ഈ സെന്റർ പോയിന്റിൽ നിന്ന് 72 ഡിഗ്രി മെഷർ ചെയ്യാം. ഇവിടെ നമ്മൾ ഈ ലൈനിനെ സെറ്റ് ആക്കിയിട്ട് പ്രൊട്രാക്ടർ വയ്ക്കുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ 72 ഡിഗ്രി മെഷർ ചെയ്യാം. ഇവിടെയാണ് 72 വരുന്നത്. അവിടെ നമ്മൾ പോയിന്റ് ഇടുന്നു, പ്രൊട്രാക്ടർ റിമൂവ് ചെയ്യാം. അതിനുശേഷം ഈ പോയിന്റിലൂടെ സർക്കിളിന്റെ സെൻട്രൽ പോയിന്റിൽ നിന്ന് ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇപ്പൊ നമുക്ക് 5 ഈക്വൽ പാർട്സ് കിട്ടി. ഇത് 72 ഡിഗ്രിയാണ്. ഇവിടെ സെക്കൻഡ് വൺ, തേർഡ് വൺ, ഫോർത്ത് വൺ, ഫിഫ്ത് വൺ. അങ്ങനെ 5 പാർട്സ് ആക്കിയിട്ട് ഒരു സർക്കിൾ 5 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. ഓരോ ആംഗിളും എത്ര വരുന്നത്? 72 ഡിഗ്രി. പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും. ആദ്യം നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു. സർക്കിളിന്റെ ടോട്ടൽ മെഷർമെന്റ് നമുക്കറിയാം. ആംഗിൾ എന്ന് പറയുന്നത് എത്രയാ? 360 ഡിഗ്രിയാണ്. അതിനെ 5 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യണം. സോ ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 72 കിട്ടി. ഇനി നമുക്ക് 7 ഈക്വൽ പാർട്സ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടതെങ്കിലോ? ഒരു സർക്കിളിനെ 7 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 360 ഡിവൈഡഡ് ബൈ 7 ചെയ്താൽ മതി. ഒരു 12 അല്ലെങ്കിൽ 13. ഇപ്പോൾ ഒരു സർക്കിളിനെ 13 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യും? 360 ഡിവൈഡഡ് ബൈ 13 ചെയ്യാം. അപ്പോൾ നമുക്ക് ആംഗിൾ മെഷർമെന്റ് കിട്ടും. ആ ആംഗിൾ മെഷർമെന്റ് ഈ സർക്കിളിനകത്ത് അടയാളപ്പെടുത്താം. അങ്ങനെ നമുക്ക് 13 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യാം. ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഡിഫറെൻറ്റ് ആംഗിൾസ് എങ്ങനെയാണ് തന്നിരിക്കുന്ന മെഷർമെന്റിൽ വരയ്ക്കുക എന്നുള്ളത് പഠിച്ചു. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഫിഗേഴ്സ് തന്നിരിക്കുന്ന മെഷർമെന്റിൽ വരയ്ക്കുന്നത് എങ്ങനെയെന്ന് പഠിച്ചു. ദാറ്റ് മീൻസ് ട്രയാങ്കിൾ, പാരലോഗ്രാം, ക്വാഡ്രിലാറ്ററൽ എക്സെട്ര. അതുപോലെ തന്നെ അവസാനമായിട്ട് നമ്മൾ ഒരു തന്നിരിക്കുന്ന ഒരു സർക്കിളിനെ ഡിഫറെൻറ്റ് ഈക്വൽ പാർട്സ് ആക്കിയിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ, നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.